വെറും 4 മാസം കൊണ്ടാണ് നമ്മുടെ ഒരു സ്റ്റുഡന്റ് എബിൻ പോൾ ഫണ്ടഡ് ട്രേഡറായി മാറിയത്. എബിന് ട്രേഡിംഗിന്റെ ഒരു ബേസിക് നോളജ് പോലും ഇല്ലാതെയാണ് നമ്മുടെ കോഴ്സ് എടുത്തത്. സോ എബിന് ഈ ഒരു ഷോർട്ട് പീരീഡ് തന്നെ ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റിയതിൽ നമ്മുടെ മെന്റേഴ്സിന്റെയും എബിന്റെയും വലിയൊരു ഹാർഡ് വർക്ക് തന്നെ ഉണ്ട്. സോ എബിനെ കുറിച്ച് എബിന്റെ മെന്റേഴ്സിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഈവൻ അബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ പോലും അബിന് എല്ലാ ദിവസവും ട്രേഡിംഗ് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ട്രേഡിങ്ങിനോട് അത്രയും പാഷനേറ്റ് ആയിരുന്നു. അതിങ്ങനെയെങ്കിലും പഠിക്കണം, മനസ്സിലാക്കണം, പ്രാക്ടീസ് ചെയ്യണം, അത് ക്രാക്ക് ചെയ്തെടുക്കണമെന്ന് വളരെ അതിയായ ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു അബിന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 4 months ബാക്ക് ഇവൻ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇവന് ആബ്സല്യൂട്ട്ലി ബിഗിനർ ആയിരുന്നു. അതായത് ഇവന് ട്രേഡിങ്ങിൻ്റെ ഇൻവെസ്റ്റിങ്ങിൻ്റെയും ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് തീരെ ഇല്ലാണ്ടായിരുന്നു അവൻ കറൻസി വിപ്സിൽ വന്നിരുന്നത്. നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് അവന് കറക്റ്റായിട്ട് അവനിലേക്ക് റീച്ച് ആവാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ അവൻ്റെ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. ഇതുപോലെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉള്ളവർക്കൊക്കെയാണ് ശരിക്കും ഈ ഫണ്ടഡ് അക്കൗണ്ടൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുക. ഒക്ടോബർ ഓൺലൈൻ ബാച്ച് എന്ന് കേൾക്കുമ്പോൾ അതിൽ ഓർക്കുന്നൊരു പേരിലൊന്നും എബിൻ്റെ പേരാണ്. വേറെ ഒന്നുമല്ല, ആൾക്ക് എപ്പോഴും ഡൗട്ട്സാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആളത് ഓപ്പണപ്പായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്, മനസ്സിൽ വയ്ക്കാതെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആൾ നല്ല രീതിയിൽ ടൈമും സ്പെൻഡ് ചെയ്യും. ഓക്കെ, ആൾ പിന്നെ നാട്ടിലല്ല, ആൾ പുറത്താണ്. സോ ആൾ അയക്കുന്ന സംശയങ്ങൾ ചിലപ്പോൾ 12 മണിക്ക് 1 മണിക്കായിരിക്കും നമ്മൾ കിട്ടുന്നുണ്ടാവുക. നമ്മൾ ഫ്രീ ആകുമ്പോൾ നമ്മളും ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആൾ അത്ര നല്ല എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ഒരു 4 മാസം ടൈം പീരീഡിൽ ഫോറക്സിൻ്റെ നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആർക്കാണെങ്കിലും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ഈ ഫണ്ടഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ. ഇനി എബിന് നമ്മളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ട്രേഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ബേസിക് നോളജ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ കയറുന്നേക്കാൻ മുന്നേ. സോ അവിടെ നിന്നിട്ടുള്ള ഒരു ജേർണിയിൽ എനിക്ക് ഫൗസ്റ്റ് ബ്രോ ആയാലും ദിൻരാഗ് ബ്രോ ആയാലും വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അതിപ്പോ ഡൗട്ട് ക്ലിയറൻസിന്റെ കാര്യത്തിലായാലും ഇൻ ക്ലാസ് സെഷൻസിലായാലും ഓരോ സ്റ്റുഡൻസിന്റെ ഡൗട്ടും ഒരു കറക്റ്റായി ക്ലിയർ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ഇപ്പോ നിലവിൽ എനിക്ക് സ്വന്തമായി ഒരു ട്രേഡ് എടുക്കാനും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ കറൻസി പിപ്സിന്റെ ഈ ഓൺലൈൻ ബാച്ച് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ട്രേഡിങ്ങിൽ 1 year 2 year ഒക്കെ എടുത്തിട്ടാണ് പലരും ഫോറക്സ് ട്രേഡിങ്ങിലൊക്കെ സക്സസ്ഫുൾ ട്രേഡറായി മാറുന്നത്. സോ നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും, നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് പീരീഡ് തന്നെ നിങ്ങൾക്ക് ഫണ്ടഡ് ട്രേഡറായി മാറാനൊക്കെ സാധിക്കും. സോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. ജോയിൻ വിത്ത് അസ്.